ഹായ് വ്യൂവേഴ്സ്, പരശുരാമൻ പ്രതിഷ്ഠ ചെയ്തു എന്ന് വിശ്വസിക്കുന്ന 108 ശിവക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ട്രേസിന്റെ ഈ വീഡിയോയിൽ വിവരിക്കുന്നത്. ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള 64 ബ്രാഹ്മണ ഗ്രാമങ്ങളിലായാണ് അതിപുരാതനമായ 108 ശൈവക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇവയിൽ 40 ശിവക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. ബാക്കി 68 ശിവക്ഷേത്രങ്ങൾ മാത്രമാണ് മറ്റ് ഗ്രാമങ്ങളിലായി സ്ഥിതി ചെയ്യുന്നത്. ഇത്രയധികം ശിവക്ഷേത്രങ്ങൾ ഉണ്ടായതുകൊണ്ടാകാം ആ ഗ്രാമത്തിന് ശിവപുരം എന്ന പേര് വന്നതും പിന്നീട് തൃശ്ശിവപ്പെരൂർ എന്നായി മാറിയതും ഇന്നത് ചുരുക്കി തൃശ്ശൂർ എന്നായതും. ഈ 108 ശിവക്ഷേത്രങ്ങളിൽ പ്രഥമ സ്ഥാനം തൃശ്ശൂർ സ്ഥിതി ചെയ്യുന്ന വടക്കുംനാഥ ക്ഷേത്രത്തിനാണ്. അതേപോലെ ഈ 108 ശിവക്ഷേത്രങ്ങളിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം, കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം, തിരുമന്നാങ്കുന്ന് ഭഗവതി ക്ഷേത്രം എന്നീ 3 ഭഗവതി ക്ഷേത്രങ്ങൾ കൂടെയുണ്ട്. ഈ 3 ഭഗവതി ക്ഷേത്രങ്ങളിലെ ശിവപ്രതിഷ്ഠയ്ക്ക് അത്രയ്ക്ക് പ്രധാനമുള്ളതിനാലാണ് ഇവ 3ഉം 108 ശൈവക്ഷേത്രങ്ങളിൽ ഉൾപ്പെടാൻ കാരണം. പരശുരാമൻ സൃഷ്ടിച്ച കേരളം തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗോകർണം വരെയുള്ളതായിരുന്നു. എന്നാൽ കാലാന്തരത്തിൽ കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ ഇതിൽ 105 ശിവക്ഷേത്രങ്ങൾ മാത്രമാണ് നിലവിൽ കേരളത്തിലുള്ളത്. 2 ക്ഷേത്രങ്ങൾ കർണാടകയിലും 1 ക്ഷേത്രം തമിഴ്നാട്ടിലുമായാണ് നിലകൊള്ളുന്നത്. ഇനി നമുക്ക് അതിപുരാതനവും വിശേഷപ്പെട്ടതുമായ 108 ശിവക്ഷേത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമതായി വരുന്നത് വടക്കുംനാഥൻ കുടികൊള്ളുന്ന തൃശ്ശൂർ ജില്ലയിലെ വടക്കുംനാഥ ക്ഷേത്രമാണ്. ഇതാണ് ഏറ്റവും പ്രഥമ സ്ഥാനം കൈകൊള്ളുന്ന ശൈവക്ഷേത്രം. രണ്ടാമത്തേത് എറണാകുളം ജില്ലയിലെ ഉദയപേരൂരിൽ നിലകൊള്ളുന്ന പെരുംതൃക്കോവിൽ ക്ഷേത്രമാണ്. മൂന്നാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരവിപുരത്തുള്ള രവീശ്വരപുരം ശിവക്ഷേത്രമാണ്. നാലാമതായി വരുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ സുചീന്ദ്രത്ത് നിലകൊള്ളുന്ന സ്ഥാണുമലയ പെരുമാൾ ക്ഷേത്രമാണ്. അഞ്ചാമതായിട്ട് വരുന്നത് എറണാകുളം ജില്ലയിലെ ചൊവ്വരയിൽ നിലകൊള്ളുന്ന ചിദംബരേശ്വര ക്ഷേത്രമാണ്. ആറാമതായിട്ട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പന്നിത്തടത്ത് നിലകൊള്ളുന്ന മാത്തൂർ ശിവക്ഷേത്രമാണ്. ഏഴാമതായി വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലകൊള്ളുന്ന തൃപ്പങ്ങോട് ശിവക്ഷേത്രമാണ്. എട്ടാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുണ്ടൂരിൽ നിലകൊള്ളുന്ന മുണ്ടയൂർ മഹാദേവ ക്ഷേത്രമാണ്. ഒമ്പതാമതായി വരുന്നത് മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്ത് നിലകൊള്ളുന്ന തിരുമന്നാങ്കുന്ന് ക്ഷേത്രമാണ്. പത്താമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വല്ലൂർ ശിവക്ഷേത്രമാണ്. 11ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുടിക്കോട് ശിവക്ഷേത്രമാണ്. 12ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിലകൊള്ളുന്ന അനമനട മഹാദേവ ക്ഷേത്രമാണ്. 13ാമതായി വരുന്നത് ആലപ്പുഴ ജില്ലയിൽ നിലകൊള്ളുന്ന തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രമാണ്. 14ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിലകൊള്ളുന്ന അവണൂർ ശ്രീകണ്ഠേശ്വര മഹാദേവ ക്ഷേത്രമാണ്. 15ാമതായി വരുന്നത് കർണാടക ഉടുപ്പിയിൽ നിലകൊള്ളുന്ന കൊല്ലൂർ മൂകാംബിക ക്ഷേത്രമാണ്. 16ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിലകൊള്ളുന്ന തിരുമംഗലം മഹാദേവ ക്ഷേത്രമാണ്. 17ാമതായി വരുന്നത് എറണാകുളം ജില്ലയിൽ നിലകൊള്ളുന്ന തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രമാണ്. 18ാമതായി വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിലകൊള്ളുന്ന കുടപ്പനക്കുന്നും മഹാദേവ ക്ഷേത്രമാണ്. 19ാമതായി വരുന്നത് കോട്ടയം ജില്ലയിൽ നിലകൊള്ളുന്ന പെരുന്തട്ട മഹാദേവ ക്ഷേത്രമാണ്. 20ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിലകൊള്ളുന്ന അഷ്ടമംഗലം മഹാദേവ ക്ഷേത്രമാണ്. 21ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിലകൊള്ളുന്ന ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രമാണ്. 22ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിലകൊള്ളുന്ന കൈനൂർ മഹാദേവ ക്ഷേത്രമാണ്. 23ാമതായി വരുന്നത് കർണാടകത്തിലെ ഗോകർണത്ത് നിലകൊള്ളുന്ന മഹാബലേശ്വര ക്ഷേത്രമാണ്. 24ാമതായി വരുന്നത് എറണാകുളം ജില്ലയിലെ എറണാകുളം ശിവക്ഷേത്രമാണ്. 25ാമതായി വരുന്നത് എറണാകുളം ജില്ലയിലെ പാഴൂർ പെരുംതൃക്കോവിൽ ക്ഷേത്രമാണ്. 26ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിലകൊള്ളുന്ന അടാട്ട് മഹാദേവ ക്ഷേത്രമാണ്.
27-ാമതായി വരുന്നത് കോട്ടയം ജില്ലയിലെ അയമനത്ത് നിലകൊള്ളുന്ന പരിപ്പ് മഹാദേവ ക്ഷേത്രമാണ്. 28-ാമതായി വരുന്നത് തിരുവനന്തപുരത്ത് നിലകൊള്ളുന്ന ശാസ്തമംഗലം മഹാദേവ ക്ഷേത്രമാണ്. 29-ാമതായി വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരുമ്പറമ്പ് മഹാദേവ ക്ഷേത്രമാണ്. 30-ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃക്കൂർ മഹാദേവ ക്ഷേത്രമാണ്. 31-ാമതായി വരുന്നത് പാലക്കാട് പാലൂർ മഹാദേവ ക്ഷേത്രമാണ്. 32-ാമതായി വരുന്നത് എറണാകുളം ജില്ലയിലെ വൈറ്റില നട്ടൂർ മഹാദേവ ക്ഷേത്രമാണ്. 33-ാമതായി വരുന്നത് കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രമാണ്. 34-ാമതായി വരുന്നത് കൊല്ലം ജില്ലയിലെ രാമേശ്വരം മഹാദേവ ക്ഷേത്രമാണ്. 35-ാമതായി വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അമരവിള രാമേശ്വരം മഹാദേവ ക്ഷേത്രമാണ്. 36-ാമതായി വരുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമാണ്. 37-ാമതായി വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ നിലകൊള്ളുന്ന കാഞ്ഞിലശ്ശേരി മഹാദേവ ക്ഷേത്രമാണ്. 38-ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചെമന്തിട്ട മഹാദേവ ക്ഷേത്രമാണ്. 39-ാമതായി വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയിൽ നിലകൊള്ളുന്ന ആലുവ ശിവക്ഷേത്രമാണ്. 40-ാമതായി വരുന്നത് പാലക്കാട് ജില്ലയിലെ തിരുമിറ്റിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രമാണ്. 41-ാമതായി വരുന്നത് ആലപ്പുഴ ജില്ലയിലെ വേളൂർവട്ടം മഹാദേവ ക്ഷേത്രമാണ്. 42-ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കല്ലാറ്റുപുഴ മഹാദേവ ക്ഷേത്രമാണ്. 43-ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃക്കുന്ന് മഹാദേവ ക്ഷേത്രമാണ്. 44-ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചെറുവത്തൂർ മഹാദേവ ക്ഷേത്രമാണ്. 45-ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പൂങ്കുന്നം ശിവക്ഷേത്രമാണ്. 46-ാമതായി വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ തൃക്കപാലീശ്വരം മഹാദേവ ക്ഷേത്രമാണ്. 47-ാമതായി വരുന്നത് കണ്ണൂർ ജില്ലയിലെ കാടാച്ചിറ തൃക്കപാലീശ്വരം ക്ഷേത്രമാണ്. 48-ാമതായി വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ഇരിങ്ങന്നൂർ ശിവക്ഷേത്രമാണ്. 49-ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ അവിട്ടത്തൂർ ശിവക്ഷേത്രമാണ്. 50-ാമതായി വരുന്നത് ആലപ്പുഴ ജില്ലയിലെ പന്നയാർക്കാവ് ക്ഷേത്രമാണ്. 51-ാമതായി വരുന്നത് കൊല്ലം ജില്ലയിലെ ആനന്ദവല്ലീശ്വരം ക്ഷേത്രമാണ്. 52-ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കാട്ടകാമ്പൽ ശിവക്ഷേത്രമാണ്. 53-ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊണ്ടാഴി തൃത്തം തളി ക്ഷേത്രമാണ്. 54-ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഏരകം മഹാദേവ ക്ഷേത്രമാണ്. 55-ാമതായി വരുന്നത് എറണാകുളം ജില്ലയിലെ ചക്കംകുളങ്ങര മഹാദേവ ക്ഷേത്രമാണ്. 56-ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഈരാണിമംഗലം മഹാദേവ ക്ഷേത്രമാണ്. 57-ാമതായി വരുന്നത് എറണാകുളം ജില്ലയിലെ ചേരനല്ലൂർ മഹാദേവ ക്ഷേത്രമാണ്. 58-ാമതായി വരുന്നത് മലപ്പുറം ജില്ലയിലെ മണിയൂർ മഹാദേവ ക്ഷേത്രമാണ്. 59-ാമതായി വരുന്നത് കോഴിക്കോട് ജില്ലയിലെ തളി ശിവക്ഷേത്രമാണ്. 60-ാമതായി വരുന്നത് കോട്ടയം ജില്ലയിലെ കണുന്തുരുത്തി തളി മഹാദേവ ക്ഷേത്രമാണ്. 61-ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ കീഴ്ത്തളി ശിവക്ഷേത്രമാണ്. 62-ാമതായി വരുന്നത് കോട്ടയം ജില്ലയിലെ തളിക്കോട്ട മഹാദേവ ക്ഷേത്രമാണ്. 63-ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രമാണ്. 64-ാമതായി വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രമാണ്. 65-ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രമാണ്. 66-ാമതായി വരുന്നത് കൊല്ലം ജില്ലയിലെ പടനായർകുളങ്ങര മഹാദേവ ക്ഷേത്രമാണ്. 67-ാമതായി വരുന്നത് ആലപ്പുഴ ജില്ലയിലെ തൃച്ചാറ്റുകുളം മഹാദേവ ക്ഷേത്രമാണ്. 68-ാമതായി വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ പൊക്കുന്നിയപ്പൻ ക്ഷേത്രമാണ്.
69-ാമതായി വരുന്നത് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ശിവക്ഷേത്രമാണ്. 70-ാമതായി വരുന്നത് പാലക്കാട് ജില്ലയിലെ തൃപ്പാളൂർ മഹാദേവ ക്ഷേത്രമാണ്. 71-ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരുന്തട്ട മഹാദേവ ക്ഷേത്രമാണ്. 72-ാമതായി വരുന്നത് പാലക്കാട് ജില്ലയിലെ തൃത്താല മഹാദേവ ക്ഷേത്രമാണ്. 73-ാമതായി വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവാറ്റ മഹാദേവ ക്ഷേത്രമാണ്. 74-ാമതായി വരുന്നത് കോട്ടയം ജില്ലയിലെ വാഴപ്പള്ളി മഹാശിവക്ഷേത്രമാണ്. 75-ാമതായി വരുന്നത് കൊല്ലം ജില്ലയിലെ പുതുപ്പള്ളി ചക്കംകുളങ്ങര മഹാദേവ ക്ഷേത്രമാണ്. 76-ാമതായി വരുന്നത് പാലക്കാട് ജില്ലയിലെ അഞ്ചുമൂർത്തി മംഗലം ക്ഷേത്രമാണ്. 77-ാമതായി വരുന്നത് കോട്ടയം ജില്ലയിലെ തിരുനക്കര മഹാദേവ ക്ഷേത്രമാണ്. 78-ാമതായി വരുന്നത് പാലക്കാട് ജില്ലയിലെ കൊടുമ്പ് മഹാദേവ ക്ഷേത്രമാണ്. 79-ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ അഷ്ടമിച്ചിറ മഹാദേവ ക്ഷേത്രമാണ്. 80-ാമതായി വരുന്നത് ആലപ്പുഴ ജില്ലയിലെ പണക്കാട്ട് മഹാദേവ ക്ഷേത്രമാണ്. 81-ാമതായി വരുന്നത് എറണാകുളം ജില്ലയിലെ ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രമാണ്. 82-ാമതായി വരുന്നത് പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശിമംഗലം മഹാദേവ ക്ഷേത്രമാണ്. 83-ാമതായി വരുന്നത് കണ്ണൂർ ജില്ലയിലെ പുത്തൂർ മഹാദേവ ക്ഷേത്രമാണ്. 84-ാമതായി വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രമാണ്. 85-ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ സോമേശ്വരം മഹാദേവ ക്ഷേത്രമാണ്. 86-ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വെങ്ങാനല്ലൂർ തിരുവമ്പിലപ്പൻ ക്ഷേത്രമാണ്. 87-ാമതായി വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്രമാണ്. 88-ാമതായി വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രമാണ്. 89-ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പാലയൂർ മഹാദേവ ക്ഷേത്രമാണ്. 90-ാമതായി വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രമാണ്. 91-ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ നെടുമ്പുര കുലശേഖരനെല്ലൂർ ശിവക്ഷേത്രമാണ്. 92-ാമതായി വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മണ്ണൂർ മഹാദേവ ക്ഷേത്രമാണ്. 93-ആയി വരുന്നത് വയനാട് ജില്ലയിലെ തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രമാണ്. 94-ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ശൃംഗപുരം മഹാദേവ ക്ഷേത്രമാണ്. 95-ാമതായി വരുന്നത് കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂർ മഹാദേവ ക്ഷേത്രമാണ്. 96-ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മമ്മിയൂർ മഹാദേവ ക്ഷേത്രമാണ്. 97-ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പറമ്പന്തള്ളി മഹാദേവ ക്ഷേത്രമാണ്. 98-ാമതായി വരുന്നത് മലപ്പുറം ജില്ലയിലെ ചെറുതിരുനാവായ ബ്രഹ്മ ശിവക്ഷേത്രമാണ്. 99-ാമതായി വരുന്നത് ഇടുക്കി ജില്ലയിലെ കാഞ്ഞിരമറ്റം മഹാദേവ ക്ഷേത്രമാണ്. 100-ാമതായി വരുന്നത് ആലപ്പുഴ ജില്ലയിലെ നാൽപ്പത്തന്നീശ്വരം മഹാദേവ ക്ഷേത്രമാണ്. 101-ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം മഹാദേവ ക്ഷേത്രമാണ്. 102-ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുതുവറ മഹാദേവ ക്ഷേത്രമാണ്. 103-ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വെള്ളപ്പായ മഹാദേവ ക്ഷേത്രമാണ്. 104-ാമതായി വരുന്നത് എറണാകുളം ജില്ലയിലെ ചേതമംഗലം കുന്തള്ളി ക്ഷേത്രമാണ്. 105-ാമതായി വരുന്നത് മലപ്പുറം ജില്ലയിലെ തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രമാണ്. 106-ാമതായി വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരുവനം മഹാദേവ ക്ഷേത്രമാണ്. 107-ാമതായി വരുന്നത് എറണാകുളം ജില്ലയിലെ തിരുവാലൂർ മഹാദേവ ക്ഷേത്രമാണ്. 108-ാമതായി വരുന്നത് എറണാകുളം ജില്ലയിലെ ചിറക്കൽ മഹാദേവ ക്ഷേത്രമാണ്. ഇവയാണ് അതിപുരാതനമായ 108 ശിവക്ഷേത്രങ്ങൾ. ഇവയിൽ നിങ്ങൾ പോകുവാൻ ആഗ്രഹിക്കുന്ന ശിവക്ഷേത്രം ഏതാണെന്നും എന്തുകൊണ്ടാണ് അവിടെ പോകുവാൻ ആഗ്രഹിക്കുന്നതെന്നും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക.
കൂടാതെ പ്രിയപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്യാം. 108 ശിവാലയ സ്തോത്രം ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കുന്നുണ്ട്. സോ ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ലവ് യു, ബൈ ബൈ.